ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു. അപ്പം ഞാൻ വിശേഷങ്ങളൊക്കെ പതിയെ പതിയെ പറയാം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീറ്റപ്പോൾ തോമു ക്ലാസ്സിൽ പോയിട്ടില്ല. തോമുവിൻ്റെ ഒരു ചെറിയൊരു നീർവീഴ്ചയും അസ്വസ്ഥതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ ഇന്ന് വിട്ടിട്ടില്ല കേട്ടോ. മറ്റവർ രണ്ടുപേരും ഉഷാറായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഡിവൈനും ഇന്ന് നമ്മുടെ ടീൻസിലേക്ക് പോയേക്കാം. ഡിവൈനിന് ഒരു ചെറിയ ഒരു സർപ്രൈസ് സംഭവമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് എന്താ പറയുക ഉഷാറാവാൻ വേണ്ടിയിട്ട് പോയേക്കാണ് കേട്ടോ. അങ്ങനെ രാവിലെ പതിവ് പോലെ ഞാൻ എണീറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ പിള്ളേരൊക്കെ പോയ കാരണം ഒരനക്കവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡാഡിയാണ് അവരെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡിംപിൾ രാവിലത്തെ പരിപാടികൾ വേഗം വേഗം ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിംപിളിനും ഒരു ചെറിയ യാത്രയും പർച്ചേസിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ തോമു എൻ്റെ അടുത്ത് ഇരുന്നോളും. തോമുവിനാന്ന് വെച്ചാൽ ഇഷ്ടമാണ് ഒറ്റയ്ക്കുള്ളപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മൂപ്പർക്ക് കേട്ടോ. അങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ആദ്യം അലക്കാനായിട്ട് ഇടാമെന്ന്. കാരണം ഞാൻ ഇന്നലെ ശരിക്കും കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ അവിടെ പോയിട്ട് വന്നതിന് ശേഷം തുണികൾ വാഷ് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെയല്ലേ പരിപാടി ഉൾട്ടയായി മാറിയത്. വേറെ മൊത്തം അങ്ങോട്ട് മാറിയല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വാഷ് ചെയ്യാനിട്ടിട്ട് ബാക്കി പരിപാടികൾക്ക് നിൽക്കാമെന്ന്. അപ്പോൾ ഇന്ന് നല്ല എന്താ പറയുക ഭയങ്കര എരിവുള്ള ഫ്ലേവറുള്ള നൂഡിൽസായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കൊറിയൻ നൂഡിൽസാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതും ചായയും കൂടി വെച്ച് അത് ഞാൻ കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഡിംപിൾ ഉച്ചയാലത്തേക്കുള്ള പരിപാടികൾ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇറച്ചി എടുക്കണ്ടെന്ന് പറഞ്ഞു. കാരണം ചിക്കൻ ഉണ്ട്, എന്നാലും അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ പക്ഷേ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാനായിട്ട് അത് എടുക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് വാഷിംഗ് മെഷീനിൽ ഞാൻ തുണിയിട്ട് ഞാനും തൂമും കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ കിച്ചണിൽ ഓരോ പണികൾ ചെയ്യുമ്പോൾ ഇവൻ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് ഓരോന്ന് ഈ ബ്ലോക്ക് കിട്ടിയ കുറേ നേരത്തേക്കുള്ള പണിയായി. ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പാച്ചു ആയിരുന്നു ഇതിൻ്റെ പിന്നാലെ. അങ്ങനെ അവരതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് കളിച്ച് ഓരോ സാധനങ്ങളുണ്ടാക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു തരും ഇങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പോൾ ചിലത് ഞാനും ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. താഴെ ബേസൊക്കെ ഇത്തിരി കനത്തിലൊക്കെ ആക്കി ഒക്കെ കൊടുക്കുക. അപ്പം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി വലുതാവുമ്പോൾ വീൽസും പിന്നെ മറ്റേ ഇതൊക്കെയുള്ള ടൈപ്പ് ബിൽഡിംഗ് സെറ്റ് വരുന്നുണ്ട്. ഡോണിൻ്റെ അന്ന് പണ്ടത്തെ എവിടെയൊക്കെയോ ഇപ്പോഴും കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും കട്ടിയുള്ള ടൈപ്പ് വരുന്നുണ്ട്. അത് എത്രയോ വർഷം വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം ഞാൻ തോമുവിനോട് പറഞ്ഞു നിങ്ങൾ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ഞാൻ അതൊരു സെറ്റ് വാങ്ങിത്തരാം 3 ആൾക്ക് കൂടിയിട്ട്. വണ്ടികൾ പല ടൈപ്പ് വണ്ടികൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ മൂപ്പര്. അങ്ങനെ ഡാഡിയും ഡിംപിളും കൂടിയിട്ട് പോയി. പിന്നെ ഞാനും തോമും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ അവർക്ക് കണ്ടമാനം പർച്ചേസിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഡിംപിളിന്. വേറെ ഒന്നുമല്ല, നമ്മളുടെ ബർത്ത്ഡേയുടെ റിട്ടേൺസ്, പിന്നെ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാനുള്ളത്, പിന്നെ ഒരു ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ്റെ. അപ്പോൾ അങ്ങനെയുള്ളത് വരുമ്പോൾ നമ്മൾ സാധാരണ പർച്ചേസിങ്ങിന് ഡാഡിയും മോളും കൂടിയിട്ട് പോവാം കേട്ടോ. അങ്ങനെ അവർ അതിൻ്റേതായ കാര്യങ്ങൾക്ക് പോയി. തോമും ഞാനും കൂടി ഞങ്ങളുടെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എവിടെയുണ്ടോ അവിടെ തോമു നിൽക്കുള്ളൂ കേട്ടോ. കാരണം തോമുവിന് ഇത്തിരി പേടിയില്ല കൂട്ടത്തിലാണ്. അപ്പോൾ അവൻ്റെ ഹൈറ്റിലുള്ള ബിൽഡിങ് പണിയാണെന്ന് പറഞ്ഞിട്ടാണ് കാണിക്കണത്. പക്ഷെ അത് ഞാൻ പറഞ്ഞു അത്രയും ഉയരാകുമ്പോഴേക്കും അത് കെട്ടിമറിഞ്ഞ് വീഴുന്നു. താഴെ ബേസ് അങ്ങനെ അധികമില്ലല്ലോ. പിന്നെ ഞാൻ അവന് ബേസ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്ലോക്ക് വെച്ച് കളിക്കുക എന്നുള്ളത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റ് പണിയണ പോലെ അടക്കി വെക്കല്ലേ വീണ്ടും. പിന്നെ അവൻ കളറുകൾ മാച്ച് ചെയ്ത് വയ്ക്കും, കുറേ ബ്ലൂ ഒന്നിച്ച് വയ്ക്കും. അങ്ങനെ ഓരോ പരിപാടികളുണ്ട് കേട്ടോ തോമുൻ്റെ വക. അങ്ങനെ നടയിലത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഞാനിരുന്നു. അപ്പോൾ ഇന്നും അതെ എനിക്കിരുന്നപ്പോൾ ഭയങ്കര മടി. കാരണം കുറേ ദിവസമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് വിട്ട് നിൽക്കുമ്പോൾ ഒരു മടി ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ തൊട്ട് തുടങ്ങാം. കാരണം ഓർഡേഴ്സ് അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. ഓർഡേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു ദിവസം പോലും ലേറ്റ് ആവാൻ പറ്റില്ല. എനിക്കത് ഭയങ്കര നിർബന്ധമാണ്. പക്ഷേ ഓർഡേഴ്സ് എടുക്കാത്ത നിലയ്ക്ക് നമുക്ക് ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ ഒന്ന് ഉഴപ്പാമെന്ന് പറയില്ലേ. അങ്ങനെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഫോണും ഒന്ന് ഹാങ്ങായി. അപ്പോൾ എനിക്ക് ആ ഫോണിലങ്ങനെ കാര്യമായിട്ട് ഒന്നും ചെയ്യാനും പറ്റണില്ല. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കാണ് കേട്ടോ. നമ്മളുടെ ബിസിനസ് ഫോണിന് ഒന്ന് ഹാങ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മെസ്സേജുകളും കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് അയക്കാൻ പറ്റുന്നില്ല. നമ്മളെന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പോവും, ചിലപ്പോൾ കുറേ കഴിഞ്ഞിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അത്രേ ആവണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ഒരു ദിവസവും കൂടി ഫോൺ അവിടെ അങ്ങോട്ട് മാറ്റി വെച്ചു. അത് വേറൊന്നുമല്ല, അതിൽ മെമ്മറി ഫുള്ളായിട്ടാണ്. അങ്ങനെ ഡിംപിൾ പോകുമ്പോൾ ഉള്ളി വരെ നന്നാക്കി വെച്ച് തന്നിട്ടാണ് പോയത് കേട്ടോ. എനിക്ക് ജസ്റ്റ് ഒന്ന് ചതച്ച് കാച്ചി വേണ്ടു. അപ്പം ഞാനത് നോക്കിയപ്പോൾ കുറച്ച് കൂടുതലുണ്ട്.
അപ്പം ഞാൻ കുറച്ച് പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതേ കാച്ചാനായിട്ടിട്ടു. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് അതിൽ ഒരു തുണ്ട് മല്ലിപ്പൊടി ചേർക്കട്ടെ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അതൊരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു തുണ്ട് മല്ലിപ്പൊടി, പിന്നെ ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർക്കുമല്ലോ. അത് കഴിഞ്ഞ് അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ മുളക് പൊടി ഇട്ടിട്ടാണ്. അപ്പോൾ സാധാരണ കുത്തിപ്പൊടി ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കുത്തിപ്പൊടി ഇല്ലാത്തതിൻ്റെ പേരിൽ ഇത് മാത്രമാണ് ഇട്ടത് കേട്ടോ. അങ്ങനെ അടുത്തതായിട്ട് മീൻ വറുത്തു. അപ്പോൾ മറ്റേ മുതിര കാച്ചിയതും മീൻ വറുത്തതുമായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. പിന്നെ മറ്റേ അച്ചാറും ഉണ്ടായിരുന്നു, മുളക് മൊരീച്ചൻ്റെ ആ സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ നേരത്തോടെ പരിപാടികൾ കഴിഞ്ഞു. അപ്പം ഞാൻ സാധാരണ ചെയ്യണ പോലെ തന്നെ മുതിര കാച്ച ചട്ടിയിൽ കുറച്ച് ചോറിട്ട് അതൊന്ന് കഴിച്ചു. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെ എന്തെങ്കിലും ചട്ടിയിലുണ്ടെങ്കിൽ എനിക്ക് എന്തോ അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ തോമു വന്നിട്ട് പറഞ്ഞ് എനിക്ക് ജ്യൂസ് വേണം എന്ന്. അപ്പോൾ കിടാവ് വല്ലപ്പോഴും എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ എന്നോട് അവൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ചോദിക്കില്ല കേട്ടോ. ഇപ്പം പിന്നെയും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാമെന്നും പറയാനായി. അപ്പോൾ മൂപ്പർക്ക് ജ്യൂസ് ഇതേ അടിച്ചു. അപ്പോൾ അവൻ എല്ലാ സാധനങ്ങളും ഓച്ചുവിൻ്റെ പോലെ തന്നെ മണപ്പിച്ച് നോക്കിയിട്ട് അവൻ കഴിക്കാൻ കൂട്ടാക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവൻ പറയായിരുന്നു, സോ യമ്മി, നല്ല ടേസ്റ്റ് ഉണ്ട് മമ്മി, ഇതെങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കായിരുന്നു. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, ഞാൻ നമ്മുടെ അൽഫോൺസമ്മയുടെ പരിപാടിക്ക് പോയപ്പോൾ അവരിങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ജ്യൂസുകൾ വിളമ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ അശ്വതിയുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജ്യൂസ് എടുത്തപ്പോൾ ഞാൻ ഒരെണ്ണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മുസമ്പിയും ലൈമും കൂടി മിക്സ് ചെയ്തതാന്ന്. പിന്നെ അങ്ങനെ ഓരോന്നിൻ്റെ കൂടെ ലൈമും മിക്സ് ചെയ്തതാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാവുക ഒന്നിച്ചിട്ട് ഒരു തുണ്ട് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചെന്ന് വെച്ചാൽ, കുട്ടികൾ ഇപ്പോൾ ജ്യൂസ് ചോദിച്ചപ്പോൾ ഞാൻ ജാം, നമ്മുടെ വൈറൽ സംഭവം ഉണ്ടല്ലോ ജാം കൊണ്ടുള്ളത്, അപ്പോൾ ജാം എടുത്തിട്ട് ഓറഞ്ച് ജാം തന്നെ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ലൈം ജ്യൂസ് കുറച്ച് ഒഴിച്ചിട്ട് മിക്സിയിൽ അടിക്കുകയും ചെയ്തത്. പിന്നെ പഞ്ചസാരയൊന്നും എക്സ്ട്രാ വേണ്ട കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ നല്ല മണം, ഓറഞ്ചിൻ്റെയും ലൈമിൻ്റെയും ഒക്കെ കൂടെ മണമായപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ. അങ്ങനെ അത് അവന് കൊടുത്തതിന് ശേഷം ഇതെന്താണെന്നല്ലേ നിങ്ങൾ നോക്കണേ, നമ്മൾ മീൻ വറുത്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്താ പറയുക ഇറച്ചി വറുത്ത വെളിച്ചെണ്ണയൊക്കെ ഇതുപോലെ നമ്മൾ വറുത്തെടുത്ത് കഴിയുമ്പോൾ ആകെ ഇങ്ങനെ അതിൽ വേസ്റ്റ് ഇങ്ങനെ കൂടിക്കെടുക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചൂട്ടോടെ ഒരു തുണ്ട് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് ആ തിളയ്ക്കണ എണ്ണയിലേക്ക് ഒന്ന് ഒഴിക്കുക. അടുപ്പ് ഓഫ് ചെയ്യണ്ട കേട്ടോ. അങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കണ്ടോ പതഞ്ഞ് അവസാനം ഈ ഒരു രൂപത്തിലേക്ക് വരും. അതായത് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ വേസ്റ്റ് പാർട്ടിക്കിൾസും വന്ന് അടിഞ്ഞുകൂടും. ഇതുപോലെ തന്നെ അടിഞ്ഞുകൂടും കേട്ടോ. നമ്മൾ പാത്രം ഒന്ന് ചെറുതാക്കി ചെരിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കൊറ്റൻ എടുത്ത് കളയാം. ഞാനിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സംഭവത്തിൽ നേരെ നല്ല ചൂടുള്ള ചോറെടുത്ത് സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ല ചൂട് സംഭവം അവർക്ക് മീൻ വറുത്തത് കൂട്ടി കഴിക്കുന്ന പോലെ കേട്ടോ. അപ്പോൾ നമുക്കറിയാലോ ചട്ടി വടിക്കുമ്പോഴുള്ള ടേസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ്. അത് കഴിഞ്ഞതാ ഞാൻ കിച്ചണിൽ നിൽക്കണത് കൊണ്ട് തന്നെ തോമു പേടിച്ചിട്ട് കിച്ചണിലാണ് നിൽക്കണം. അപ്പം ഞാൻ പറയായിരുന്നു ഇത് ജിറാഫിൻ്റെ പോലെയുണ്ടെന്ന്. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമാട്ടോ. അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ അത് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് മൂപ്പര്. അങ്ങനെ ഇരിക്കും. അത് ഇത് വീഴലും എടുക്കലും തന്നെയാണ് കേട്ടോ അവരുടെ മെയിൻ പണി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഒരുവിധം എല്ലാ പരിപാടികളും കഴിഞ്ഞേക്കണം. ഇനി എൻ്റെ വാഷിംഗ് മെഷീനിലെ തുണികൾ ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി അതെടുത്ത് തോരയിടാൻ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടാവാമെന്ന്. കാരണം ഡോണും പിള്ളേർസും നേരത്തോടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി ഒരു വശത്താക്കിയിട്ട് അവർക്ക് കഴിക്കാനുള്ള ഒരു സംവിധാനം ആക്കി കൊടുത്തു. കാരണം രാവിലെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണ്ടായിരുന്നത്. അങ്ങനെ ഡോൺ പിള്ളേർസിനെയും കൊണ്ടുവന്നു. അപ്പോൾ 3 അകത്ത്. അപ്പോൾ ഇത് സ്നാക്ക് ബാഗ്, ഒരെണ്ണം സ്നാക്കിൻ്റെ ബാഗാട്ടോ. അങ്ങനെ വന്ന് പോമൂനെ കാണാണ്ട് പോമൂനെ അന്വേഷിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് പോമൂനെ കണ്ടുപിടിച്ച് അത് കഴിഞ്ഞ് പിന്നെ 3 കൂടി കുറച്ച് നേരമുള്ള ഒരു കളിയും ചിരിയും ബഹളമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും വേണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഡോണോട് പറഞ്ഞു, ഡോൺ കഴിച്ചിട്ട് പൊക്കോ, പിള്ളേർസിന് ഞാൻ ആയം പോലെ കൊടുത്തോളാമെന്ന്. കാരണം അവർ വരുമ്പോൾ കുറച്ച് ലേറ്റായിട്ട് എനിക്ക് തോന്നുന്നു 12:30 1 മണിയാകുമ്പോഴേക്കും അവരടുത്തൊരു ട്രിപ്പ് കഴിച്ചിട്ടാണ് ഇരിക്കേണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ന വഴിക്ക് അവർക്ക് അങ്ങനെ വിശപ്പോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ 3 കൂടി വന്ന് ഇനി കുറേ നേരം ഇനി അവരുടെ കളികൾ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കും. അങ്ങനെയാണ് സ്ഥിരം പതിവ് കേട്ടോ. പിന്നെ ഡിംപിളും ഡാഡിയും എത്തിയിട്ടില്ല, ഡിവൈനും എത്തിയിട്ടില്ല. അപ്പം ഞാനും 3 പിള്ളേരും കൂടിയിട്ടുള്ള അംഗമായിരുന്നു കുറച്ച് സമയം കേട്ടോ. കുറച്ച് സമയമല്ല, ഒരു 1-2 മണിക്കൂർ. അപ്പോൾ തോമു ആയാലും പാച്ചു ആയാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ചാക്കോ ഇന്ന് എന്താ പറയുക ഒരു വല്ലാത്തൊരു ഇതിലാണ് അവൻ വന്നിട്ടുണ്ടായിരുന്നത്. തന്നെ വരുമ്പോൾ തന്നെ
വാശി പിടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ചില കുട്ടികൾക്ക് ചില ദിവസം അങ്ങനെയാണല്ലോ, വാശിപ്പുറത്താണ് ഇന്ന് വന്നത് തന്നെ, വേറെ ഒന്നിനല്ല, ബോട്ടിലിൽ ഫുൾ വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ തന്നെ മിണ്ടാണ്ട് ഇങ്ങനെ കണ്ണടച്ച് വന്നു കേട്ടോ, മാമു വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനും കിച്ചണിൽ വന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവനും തുടങ്ങി ബിൽഡിങ് പണിയാനായിട്ട്. അപ്പോൾ ഓച്ചുവിൻ്റെ ഫ്ലാറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് പണിയണത് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഉച്ചയിലത്തെ പരിപാടികൾ, ഞങ്ങളുടേതായ പരിപാടികൾ എല്ലാതും കഴിഞ്ഞ സമയം 1:45. അപ്പോൾ ഞാൻ കുട്ടികളോട് വീണ്ടും വീണ്ടും ചോദിക്കേണ്ട ഫുഡ് കഴിക്കുക എന്നപ്പോൾ അവർക്ക് തിന്നാൻ യാതൊരു താല്പര്യമില്ല. പിന്നെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കും. അല്ലാത്ത പക്ഷം വെറുതെ എന്താ പറയുക, വെറുതെ ഇങ്ങനെ വേണം വേണ്ട വെച്ച് കഴിക്കുള്ളൂ. അങ്ങനെ ഇവിടെ ചാക്കോ തകൃതിയായിട്ടുള്ള വീട് പണിയിലാണ് കേട്ടോ. ശരിക്കൊരു 1/4 മണിക്കൂർ മൂപ്പര് അതുമ്മ നിന്ന് കളിച്ചു. അങ്ങനെ 3 ആളും കുറേ നേരം ബ്ലോക്കൊക്കെ കളിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞു ഇനി ചോറിൻ്റെ ഇട്ടാവാം ബാക്കി പരിപാടിയെന്ന്. കാരണം ഇവർ ഭക്ഷണം നേരത്തെ കഴിച്ചാലേ നമ്മളുടെ പണികൾ വേഗം കഴിയുള്ളൂ. അപ്പോൾ പാച്ചു കുറേ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പിന്നെ മൂപ്പര് സമ്മതിച്ചു. അപ്പോൾ ഡോൺ പോണതിന് മുമ്പ് അവൻ്റെ യൂണിഫോം ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറി ടിഫിൻ ബോക്സും ഇതൊക്കെ ഞാൻ എടുത്തു കൊണ്ടുപോയി കഴുകി. അപ്പം ഇവിടെ തോമൂന് ഒരു പൂതി. അപ്പോൾ തോമൂന് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ ഇതുപോലെ ചോറും പാത്രം തുറന്ന് നോക്കിയിട്ട് പറയും കേട്ടോ ഓരോന്ന്. അപ്പോൾ അതുപോലെ തന്നെ അവൻ ചാക്കോച്ചൻ്റെ ടിഫിൻ ബോക്സ് തുറന്ന് ഇതിൽ കിലുങ്ങണുണ്ടല്ലോടാ. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ തോമു ഭയങ്കര വേറെ പെട്ടെന്നൊരു മാറ്റമാണ് അവന് കേട്ടോ. എല്ലാവരോടും സംസാരിക്കണം എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. പിന്നെ കുട്ടികൾ വലുതാവല്ലേ, അവർക്ക് ഓരോ മൈൽ സ്റ്റോൺ ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വർത്താനം പറയാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതേ ഫുൾ കഴിച്ചു, ഗുഡ് ബോയാന്ന് പറഞ്ഞ് അടുത്തത് എടുക്കുകയാണ് കേട്ടോ. അടുത്തത് ഈറ്റബിൾ ബോക്സ്, സ്നാക്ക് ബോക്സാണ്. അപ്പോൾ അതിൽ അവൻ ഇതേ കിലുങ്ങുണ്ടല്ലോ എന്നിട്ട് നോക്കിയപ്പോൾ അതിലൊരു ടീ ബിസ്ക്കറ്റ്, ബാർലി ബിസ്ക്കറ്റ്, നിങ്ങൾ എന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ തോമു അത് കെട്ടിയ വഴിക്കെടുത്ത് വായിലിട്ടു. അങ്ങനെ ഇന്ന് തോമുവിൻ്റെ ഭക്ഷണം ഈ ബിസ്ക്കറ്റായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമായി ഈ ബിസ്ക്കറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം ലീലാമ്മ കൊണ്ടുവന്നു, അത് കഴിഞ്ഞ് ഫ്രസ്സി വന്നപ്പോൾ കൊണ്ടുവന്നതാട്ടോ. ഫ്രസ്സി കൊണ്ടുവന്ന സാധനങ്ങൾ ഇതേ ഓരോന്നായിട്ട് എടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ബാഗും ഷൂവും ഒക്കെ കോണിയുമ്പോൾ വെച്ചു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല കേട്ടോ, ചാക്കോ വാശി പിടിച്ച് അതൊക്കെ തുറന്ന് പുറത്ത് വലിച്ച് ഇടുക ചെയ്തത്. പിന്നെ ഞാൻ വീണ്ടും ഒതുക്കി, അവൻ വലിച്ചിടുമ്പോൾ ഞാൻ വീണ്ടും ഒതുക്കണമല്ലോ. അങ്ങനെ ചോറ് പാത്രവും കാര്യങ്ങളൊക്കെ ബാഗിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് കംപ്ലീറ്റ് കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവരെ റെഡിയാക്കി അവിടെ ഇരുത്തിയിട്ട് ഞാൻ വേഗം അലക്കിയതെടുക്കാനായിട്ട് നിന്നു. അലക്കിയതെടുക്കാനല്ല, എനിക്ക് പോയതാട്ടോ, മറ്റേ അലക്കി തോരയിടാനായിട്ട്. അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റ ആൾ പുറത്തേക്ക് ഇറങ്ങി വരണ്ടായിരുന്നു. അപ്പോൾ അവർ 3 പേര് എന്തായാലും ഇരുന്ന് കളിക്കണം. അപ്പോൾ ആ കളി അങ്ങനെ അങ്ങോട്ട് തുടർന്നാൽ എനിക്ക് തുണി ഇടാനായിട്ട് വരുമ്പോൾ അവർ കൂടെ വന്ന് എനിക്ക് ഇരട്ടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവരെ ഞാൻ കൂട്ടിലാക്കിയിട്ട് പതിവ് പോലെ ഞാൻ തുണികൾ തോരയിടാൻ നിന്നുട്ടോ. അപ്പോൾ മിനിഞ്ഞാന്ന് ആ വാഷ് ചെയ്യാത്തതിൻ്റെ പിന്നെ ഇന്നലെ കൊണ്ടുവന്നതൊക്കെ ആയിട്ട് 2 ട്രിപ്പ് വാഷ് ചെയ്യാണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ നൈറ്റികളും ഡാഡിയുടെ പാൻറ്റ് ബെഡ്ഷീറ്റ് അതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടു. അതൊക്കെ ഒറ്റയ്ക്ക് വാഷ് ചെയ്യാമല്ലോ. ഇത് ചെറുവക സാധനങ്ങളാണ്, അത്യാവശ്യമുള്ള വല്ലതും ഉണ്ടെങ്കിൽ ഉണ്ടാവുക. അപ്പോൾ അത് വേഗട്ട് പിള്ളേർക്കുള്ള ചോറെടുത്തു. ഇനിയിപ്പോൾ അവർക്ക് ചോറ് കൊടുത്തിട്ടാവാമെന്ന് വിചാരിച്ച് അവർക്ക് ചോറ് കൊടുത്ത് കഴിയുന്നോട് കൂടിയിട്ട് ഡാഡിയും മോളും വന്നു കേട്ടോ. അപ്പോൾ അവരും ഊണ് കഴിക്കണം. അപ്പോൾ ഞാനും ഇതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് കൊടുക്കുന്നതോട് കൂടി കഴിച്ചു. അത് കഴിഞ്ഞ് ഇന്നലെ ഇതും ഫ്രഷി കൊണ്ടുവന്ന കപ്പലണ്ടി മിഠായിട്ടാണ് കേട്ടോ. അപ്പോൾ അതും എടുത്ത് നല്ല ക്രിസ്പായിട്ട് കടുംപിടുന്നുണ്ട്. അപ്പോൾ അത് എടുത്ത് കഴിച്ചു. അപ്പോൾ ഡോണാണ് അത് പൊട്ടിച്ചിടട്ടെ എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിട്ടത്. ഞാനതങ്ങനെ പൊട്ടിക്കാണ്ട് വെച്ചേക്കായിരുന്നു. അപ്പോൾ അത് എടുത്തു. നല്ല ടേസ്റ്റുള്ള കപ്പലണ്ടി മിഠായിട്ടോ. പിന്നെ അതേ ചാക്കോച്ചന് ഇങ്ങനെ ഓച്ചും കൂടിയിട്ട് ഇങ്ങനെ മൂച്ച് കയറി കളിക്കുകയാണ്. അപ്പോഴേക്കും ഡിവൈനും വന്നു കേട്ടോ. അപ്പോൾ ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊബർ വിളിച്ച് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്യുക. അങ്ങനെ വന്ന് അപ്പോൾ ഇന്ന് കിടക്കാനൊന്നും നിന്നില്ല. കാരണം ഇങ്ങനെ ഓരോരുത്തർ കഴിഞ്ഞ് വന്ന കാരണം സമയം 4:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം പട്ടികൾക്കുള്ള പാല് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാക്കോനുള്ള പാല്, അപ്പം നമ്മുടെ ഇളനാടിൻ്റെ പാല് ഞങ്ങൾ മിനിയാന്ന് ലുലുവിൽ പോയിട്ട് വരുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾറെഡി 4:15 അപ്പോൾ ഞാൻ പിന്നെ കിടക്കാനൊന്നും നിന്നില്ല. ഹോർലിക്സ് പൊട്ടിച്ചിട്ടു. അതാത് 2 കിലോൻ്റെ 1/2 കിലോൻ്റെ വീതം 2 പാക്കറ്റ് അങ്ങനെ കിട്ടണം കേട്ടോ. അത് 1 കിലോൻ്റെ വീതമാണാവോ, എനിക്കത് തെറ്റിപ്പോവും ഞാൻ പറയുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് അതെടുത്ത് ഞാൻ ഹോർലിക്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തൊക്കെ വെച്ച്. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കാൻ വെച്ചപ്പോൾ ഇതിലത്തെ സ്പൂണ് നനഞ്ഞിട്ടാന്ന് തോന്നുന്നുണ്ട്, ഒന്ന് കട്ടയായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ
കൈയോടെ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പാല് കാച്ചി. അപ്പോൾ ഇന്ന് ഡിമ്പിളിൻ്റെ ഒരാഗ്രഹം, മമ്മി ഇന്ന് ഹോർലിക്സ് മതി, ചായയും കാപ്പിയൊന്നും വേണ്ടാന്ന്. എന്തോ ഈ പ്രാവശ്യം കൊണ്ടുവന്ന ചായപ്പൊടിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ദേ പാല് വയ്ക്കാൻ കാപ്പി വയ്ക്കാനായിട്ട് ദേ പാല് തിളപ്പിച്ചു. അത് കഴിഞ്ഞ് ബ്രൂ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ബ്രൂവിനേക്കാളും ഇഷ്ടം സൺറൈസാണ്, ടേസ്റ്റ് വൈസും അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ മൂല്യം അനുസരിച്ചും ശരിക്കും ലാഭമില്ല. ഇതിൻ്റെ പാക്കറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ കുറവ് പൗഡറേ ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷേ ഹോർലിക്സ് ഉപയോഗിക്കുമ്പോൾ അത് കുഴപ്പമില്ല, അത്രയും ലൈറ്റായിട്ടായാലും കുഴപ്പമില്ല. പക്ഷേ കാപ്പി ഒറ്റയ്ക്ക് കുടിക്കാനാണെങ്കിൽ ഒരു പാക്കറ്റ് കൊണ്ട് ഒരു കടുപ്പുണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞാൻ ദേ കാപ്പി വെച്ചപ്പോഴേക്കും ഡിവൈനുള്ളത് മൂടി വെച്ചപ്പോഴേക്കും ഡിവൈൻ വന്നു. അപ്പോൾ ഡിവൈനുള്ള കാപ്പി കൊടുത്തു, ഡിമ്പിളിന് കൊണ്ടു കൊടുത്തു. ഡാഡി ഇതാ കട്ടൻ ചായ കുടിക്കണം. അപ്പോൾ ഡാഡിക്ക് ഇന്ന് ഒരു അബദ്ധം പറ്റി. ഡാഡി ഇതിൻ്റെ ഉള്ളിൽ നാരങ്ങനീരില്ലാന്ന് വെച്ചിട്ട് ഒന്ന് ചെരിച്ചതാണ്. നാരങ്ങനീര് മൊത്തം അങ്ങോട്ട് ഗ്ലാസ്സിലേക്ക് പോയി. പിന്നെ സാരമില്ല, നാരങ്ങനീരല്ലേ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഡാഡി അത് കുടിക്കുകയുണ്ടായി കേട്ടോ. അങ്ങനെ ഞാൻ ദേ പതുക്കെ ഡിമ്പിൾ എന്താ ചെയ്യണേന്ന് നോക്കാനായിട്ട് ഇവിടെ വന്നപ്പോൾ അതാ ഭയങ്കര പണിപ്പുരയില്ല. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. ഒരു മടിയില്ലാണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണ കാണുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ഞാനും അങ്ങനെയാണ്, എപ്പോഴും ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കാനായിട്ട് എനിക്കിഷ്ടമല്ല. അപ്പം നമ്മൾ കുട്ടികളായാലും അവരുടേതായ കാര്യങ്ങൾക്കായിട്ട് കുട്ടി കുട്ടി കാര്യങ്ങൾ ചെയ്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യാറാണ് കേട്ടോ. ഞാനായാലും ഡാഡി ആയാലും ഞങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത് ഒരു ബർത്ത്ഡേയുടെ റിട്ടേൺ ഗിഫ്റ്റിലേക്കുള്ള പാക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ വേറെ എന്തോ ഒന്ന് രണ്ട് കൂട്ടം കൂടി പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതേ ഞാൻ കിച്ചണിലേക്ക് വന്ന് ഓൾറെഡി ചായ വെച്ച കാപ്പി പാത്രങ്ങളും ഒക്കെ അങ്ങനെ തന്നെ എടുക്കണ്ടായിരുന്നു കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ഇന്ന് ചാക്കവും തോമും ഇന്ന് നേരത്തോടെ കയറാനായിട്ട് മുകളിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ പേരിൽ ഡിമ്പിൾ പാക്കിങ്ങിന് പോയപ്പോൾ ഞാൻ തന്നെ ഇതൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് കുറച്ച് ചെറുപയർ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ കറികളൊക്കെ വയ്ക്കുമ്പോൾ അടിയിൽ കുറച്ച് ബാക്കി വരും. അപ്പോൾ ഞാൻ അങ്ങനത്തെ സംഭവങ്ങൾ എടുത്തിട്ട് ഇവരുടെ ചോറിന് കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് കാണുക. അപ്പോൾ ഞാൻ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ചെറുപയറായിരുന്നു, ഒരു പിടി തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ പിടി ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കൂടെ പുതിയത് വരുമ്പോൾ ആ പഴയത് അവിടെ കേടാവും, അതിൽ കിടക്കും, അതനുസരിച്ച് എല്ലാതും കേടാവും. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് വരണ സംഭവം എടുത്തിട്ട് ഞാൻ കഞ്ഞീരെ കൂടെ അങ്ങോട്ട് അടിച്ച് വേവിക്കും. ഇപ്പം നമ്മളുടെ ചോറായാലും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ല പട്ടികൾക്കായാലും വിരോധമൊന്നുമില്ല. അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വാരി കൊടുക്കുക ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ വന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്കിത് ഭയങ്കര കൗതുകം തോന്നി കേട്ടോ. സ്റ്റാർട്ടിങ്ങിലത്തെ ഞാൻ കണ്ടില്ല എങ്ങനെയാണെന്നുള്ളത്, പക്ഷേ പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോഴാണ് ഓരോന്നും കാണാനായിട്ട് ഓരോ ഭംഗി. പിന്നെ ഇതിലേക്കുള്ള കുറച്ച് സാധനങ്ങളും കൂടി ഒന്ന് വരാനുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ പരിപാടി കഴിഞ്ഞ് പാക്ക് ചെയ്ത് അയക്കാം. അപ്പോൾ എന്താ പറയുക, ഡിമ്പിളിന് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഡിവൈനെ സംബന്ധിച്ച് ഇഷ്ടമാണെങ്കിൽ പോലും ഇപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓർഡേഴ്സ് എടുക്കാനായിട്ട് ഡിവൈനെ പറ്റണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ചാക്കുവിന് എന്തെങ്കിലും പ്രശ്നം വരും, അല്ലെങ്കിൽ തോമുന് ഹോംവർക്ക് ചെയ്യിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. എന്നാലും ഡിവൈൻ്റേതായ രീതിയിൽ ഓരോ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് അതിൻ്റെ കവറാണ്. അപ്പോൾ ഞാൻ വിശദമായിട്ട് ഇത് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഏതാണ് ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബർത്ത്ഡേക്കുള്ള റിട്ടേൺ ഗിഫ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് കേട്ടോ. ഒരു സ്റ്റിക്ക് നോട്ട്, പിന്നെ മറ്റേ ഗെയിം അടക്കമുള്ള പെൻസിൽ, അതായത് പോയിൻ്റ് മാറ്റണ പെൻസിലില്ലേ, പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് മാത്രമാണ് ഇങ്ങനത്തെ പെൻസിൽ കൊണ്ടുവന്നിരുന്നത് കേട്ടോ. എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട് അപ്പച്ചൻ കൊണ്ടുവരണത്. അപ്പോൾ ഇതിൻ്റെ ഒരു പിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ തന്നെ കളറിൽ പേന, അത് കഴിഞ്ഞിട്ട് റബ്ബർ, ഇതിലാണ് റബ്ബർ, ഇത് സ്റ്റാമ്പ്, പിന്നെ നമ്മളുടെ ഒരു കുട്ടി കീ ചെയിൻ, കാരണം നല്ല ഭംഗിയുള്ള കീ ചെയിൻ, പിന്നെ മറ്റേ സ്കെയില്, പിന്നെ ഗമ്മ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലെ ഐറ്റംസ് കേട്ടോ. ഇനി മിഠായിയും കൂടി വെക്കണം. അപ്പോൾ മിഠായിയും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കിറ്റ് ആയി. പിന്നെ അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളും പണിയുണ്ട്, കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഡിമ്പിൾ അതിൻ്റേതായ പണിപ്പുരയിൽ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ശരിക്കും 7 മണിയൊക്കെ ആയി അത് കഴിയുമ്പോൾ. 4 മണിക്ക് ഒറ്റ ഇരിപ്പിരുന്നതാണ്. പിന്നെ ഡാഡിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഡാഡി ഡിമ്പിളിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാനായിട്ട് പറ്റില്ല.
അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുവിൻ്റെ കാര്യം നോക്കി അല്ലെങ്കിൽ ചായ വെച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് എനിക്ക് അങ്ങനെയാണ് കേട്ടോ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. അപ്പോഴേക്കും ദേ സന്ധ്യയായി. അപ്പോൾ കുട്ടികളും ഡിവൈനും ദേ താഴത്തേക്ക് ഇറങ്ങി വന്നു. പിന്നെ വേഗം ഡോണും നേരത്തെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോൺ വന്നപ്പോൾ ദേ കോലിമിഠായി കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ദേ കോലിമിഠായി കാണിച്ച് എന്നെ കൊതിപ്പിക്കണതാണ് നമ്മുടെ ചാക്കോച്ചൻ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ചാക്കോച്ചൻ ചട്ടമ്പിയായിട്ടാണ് പുറപ്പാട്. അങ്ങനെ ഇന്ന് നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എന്നിട്ട് ഒരു സിനിമയുടെ പേര് ഞാനൊക്കെ മറക്കുകയാണ് കേട്ടോ. ബേബി ഗേൾ കാണാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇന്നലെ പോയതിൻ്റെ ആ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഇന്ന് ഒക്കെ ഉറങ്ങി തീർക്കുകയൊക്കെ ചെയ്ത കാരണം ഇന്ന് എന്തായാലും ഒരു സിനിമ, പിന്നെ നാളെ ശനിയാഴ്ചയല്ലേ കുട്ടികൾക്ക് ക്ലാസ്സിലൊന്നും പോകണ്ട. അപ്പോൾ നമുക്കൊരു സിനിമ കാണാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ഭക്ഷണമൊക്കെ നേരത്തോടെ കഴിച്ചു കേട്ടോ. കഴിച്ചു വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് വേഗം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർ പോണോടുകൂടി സിനിമ കാണാനിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്ലാനിങ്ങൊക്കെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു കേട്ടോ. കാരണം നമുക്കറിയാം ഒരിക്കലും കുട്ടികളെ വെച്ചിട്ട് ഒരിക്കലും നടക്കില്ല എന്നറിയാം. എന്നാലും വേഗം കാര്യങ്ങൾ ചെയ്തു വെച്ചു. പട്ടികൾക്കുള്ള ഫുഡ് നേരത്തോടെ കൊടുത്തു. അതുപോലെ എല്ലാതും ഒതുക്കലും പറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഗസ്റ്റ് ഉണ്ടെന്ന്, വേറെ ആരുമല്ല ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള അനിലയും ഹസ്ബൻഡുമാണ് കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോഴത്തെ ബഹളം ഒന്ന് കേട്ട് നോക്കിയേ. അച്ചോടാ ഗൂഗിൾ പേ വേണ്ട മോളെ. അയ്യോടാ സന്തോഷായി. ഗുഡ് ബോയ്. പതുക്കെ അടിക്കേ. അടുത്തത് ഒരു എല്ലാവരും പറ്റും. അയ്യോ എന്തിനാ മോളെ. ചാക്കോ താങ്ക് യു പറഞ്ഞോ. തിന്നാറില്ലേ തോന്നുന്നുണ്ട്. അല്ല അവ മുക്കാൻ പറഞ്ഞിട്ട് മുക്കിയതാനില്ല. ഇല്ലപ്പാ വെറുതെ വെച്ചതാട്ടോ. പാച്ചു അടി അവിടുന്ന് എത്ര മക്കളാ നോക്ക്. അതാണ് അയ്യോ അവരാരും കാണില്ല. അപ്പോൾ ഈ 2 ബുക്ക് എനിക്ക് ആ മോൻ തന്നതാട്ടോ. അവൻ എഴുതിയ ബുക്കാണത്. അപ്പോൾ അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ബുക്കാണ്. അപ്പോൾ ഇതിൻ്റെ വലിയ അക്ഷരങ്ങളായതുകൊണ്ട് തന്നെ നല്ലോണം പ്രായമായവർക്കായാലും വായിക്കാം. ചില ബുക്കുകൾ ഭയങ്കര കുഞ്ഞക്ഷരങ്ങളാവും. അപ്പോൾ ഞാൻ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ, എന്താണ് ഏതാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എങ്ങനെയാണാവോ അറിഞ്ഞ് എനിക്ക് ശീലം ഉള്ള ആളാണ്. പക്ഷേ ഇപ്പോഴൊന്നുമല്ല, കുറേ മുമ്പായിരുന്നു, പഠിക്കുന്ന സമയത്തൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ ഇത് കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മൊത്തം വായിക്കണം. വായിച്ച് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. അങ്ങനെ കുറേ ചിരിയും കളിയും ബഹളമൊക്കെ ആയിട്ട് ഒരു നല്ലൊരു സായാഹ്നം എന്ന് പറയില്ലേ, സായാഹ്നമല്ല ശരിക്കും രാത്രി അവരെനിക്ക് തോന്നുന്നു വരുമ്പോൾ 9:15 ആയി തോന്നുന്നുണ്ട് കേട്ടോ. കുറച്ച് ലേറ്റായി. എന്നാലും എന്താ പറയുക, ഉള്ള സമയം മാക്സിമം നിങ്ങൾക്കിപ്പോൾ ഞാൻ ആ സൗണ്ടും കൂടി കേൾപ്പിച്ച കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയായിരുന്നു എന്ന്. ഒരുവിധം പിള്ളേരൊക്കെ അതെ സെറ്റാക്കും. അയ്യോ എല്ലാം അടിച്ചു കൊടുത്താൽ മതി. എനിക്ക് ഭയങ്കര വിഷമം അത്.
ഈ വണ്ടിയിലാണ് നിങ്ങൾ പോണത്. അപ്പൊ എല്ലാം മാച്ചാ. നിങ്ങൾ ഈ വണ്ടിയെ പോക്കും ഫോളോ ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ പുറകെ ഇറങ്ങി, ഞാൻ പുറകെ ഫോളോ ചെയ്യാൻ പോവാ. പോയിട്ടാ ബൈ. ഞാൻ ഫോളോ ചെയ്യാം. അയ്യോ പതുക്കെ ഇറങ്ങ്. ബൈ. പെടഞ്ഞിട്ടാ വരുന്നേ. എന്റെ പൊന്നെ. അങ്ങോട്ട് പോണ ഇനി. അവിടെ അങ്കിളിന്റെ ടാറ്റ കൊടുക്ക്. അങ്കിളിന്റെ പോയിട്ട് ടാറ്റ കൊടുക്ക്. ഡാഡി ആരെണ്ണത്തിനൊന്ന് പിടിച്ച ഡാഡി. ദേ മോളെ ഇതേ കേറുന്നത്. അതെ നമ്മളോട് പറയാം മമ്മ ഞങ്ങൾ പോവാണ്. വി ആർ ഗോയിങ്. എപ്പോ എവിടെ എങ്ങനെ വരുന്നു ഞങ്ങൾക്ക് അറിയില്ല. അതെ ഞങ്ങൾ പോവാണ്. ചേട്ടൻ നാളെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ ഒന്നും കാണില്ല. ഇരുന്നോളാൻ മമ്മി വന്നിരുന്നോളാൻ. മമ്മി കേറാൻ പറ. അങ്ങനെ കുറേ ചിരിയും കളിയും ബഹളമൊക്കെ ആയിട്ട് കുറേ എന്താ പറയുക അവരുടെ സ്നേഹം ഒക്കെ ഏറ്റുവാങ്ങിയത് നമ്മുടെ പിള്ളേർസ് അകത്ത് കയറി. ഇന്നത്തെ ഒരു ദിവസം എന്താ പറയുക, അവർക്കും അതെ, അവരെനിക്ക് തോന്നുന്നു ഇതുപോലെ ചിരിച്ച് എൻജോയ് ചെയ്ത ദിവസം ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒന്നാമത് അധികം ആരും ഇങ്ങനെ വന്നിട്ട് അധികം നേരം ഇരുന്ന് കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ ആരെങ്കിലും വരുമ്പോഴേക്കും ഇവരെ ഓടിക്കും. കാരണം അവർ അത് വലിച്ചിട്ട് ഇത് വലിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ മടിയിൽ കയറി അല്ലെങ്കിൽ അവരുടെ വാച്ചൊന്ന് നോക്കി മൊബൈലൊന്ന് നോക്കി അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇവരെ ഒഴിവാക്കാറ പതിവ്. പക്ഷേ അനിലും അവനും അങ്ങനെയല്ല. അവർ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു രീതിയാണ് കേട്ടോ കുട്ടികളെ ശരിക്കും കയ്യിലെടുക്കും അവർ. അപ്പോൾ അത് നിങ്ങളും കണ്ടതല്ലേ. അപ്പോൾ എന്താ പറയുക, ഭയങ്കര കുട്ടികൾക്കും ഭയങ്കര സന്തോഷമായി. ഇനി എന്ന് ഇപ്പം ചോദിക്കുക എന്നാൽ ഇനി ഇവർ വരികയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വരും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അനിലാൻ്റെയും അങ്കിളും വരും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അനിലാനെ ചേച്ചിന്നും അങ്കിളേന്നൊന്നും വിളിച്ചില്ല, ചേട്ടാന്ന് വിളിച്ചില്ല. അതെൻ്റെ വലിയ ഭാഗ്യം. അനിലാനെ ചേച്ചിന്നാണ് വിളിക്കണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക, നിങ്ങളെ കയ്യിലിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ട് ആദ്യമായിട്ട് ഇത്രയും ബഹളവും ചിരിയും കളിയൊക്കെ ആയിട്ട് നിൽക്കണത്. ഇനിയിപ്പോൾ ഇതിലെനിക്ക് കോപ്പിറൈറ്റ് കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ, സ്ട്രൈക്ക് എങ്ങാനും. കാരണം ഇവർ ഉമ്മം കൊടുക്കണത് എടുക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഇത് ഇടാണ്ടിരിക്കാൻ പറ്റിയില്ല. കാരണം അത്ര എന്താ പറയുക, കുട്ടികളോടുള്ള അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും കാണിക്കാണ്ട് എനിക്കിരിക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ അടുത്ത കളി ഇവരുടെ എന്താണെന്ന് നോക്കിയാൽ ബനിയൻ തലയിൽ കൂടെ ഇട്ടിട്ടുള്ള കളിയാണ്. അപ്പോൾ ഇവരൊരാൾ കാണിക്കുന്നത് അടുത്ത ആൾ കാണിക്കും. അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം കേട്ടോ. ഞാൻ പറയും കുരങ്ങന്മാരുടെ പോലെയാന്ന് പറയും. ഒരാൾ എന്ത് കാണിച്ചോ അത് അടുത്ത ആൾക്ക് കാണിക്കണം. അത് അവർക്ക് നിർബന്ധമാണ്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ഒതുക്കാനും പെറുക്കാനും ഒന്നും ഉണ്ടായില്ല. എല്ലാം കഴിഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇരിക്കണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ് വല്ലാണ്ട് ബഹളാവണതിൽ മുമ്പായിട്ട് ഡോണും ഡിവൈനും പിള്ളേർസിനെയും കൊണ്ട് മുകളിലേക്ക് പോയി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഞാനും ഡിമ്പിളും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഡിമ്പിളും മോനും കൂടി. അപ്പോൾ എല്ലാവരുടെയും കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പ് നിങ്ങൾക്കറിയാമല്ലോ, എല്ലാം കഴിഞ്ഞ് കിടക്കാൻ പോകുമ്പോഴാണ് കുളിയൊക്കെ ഉണ്ടാവുക. പിന്നെ ഞങ്ങൾ സിനിമ ബേബി ഗേൾ കാണുന്നത് പ്രമാണിച്ച് നേരത്തോടെ ഒരുങ്ങിയത്. അപ്പോൾ അനിലേക്ക് നാളെയാണ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് അവർ പെട്ടെന്ന് വിളിച്ചിട്ട് ഞങ്ങൾ രാത്രി തന്നെ വരാമെന്ന് പറഞ്ഞു. കാരണം വേറെ ഒന്നുമല്ല, ഗീ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചൂട്ടോടെ ഗീ കേക്ക് ഡിവൈന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ടൈപ്പാണ് ഗീ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് കേക്ക്, പിന്നെ കുക്കീസ് ഒക്കെ കൊണ്ടുവന്ന് എന്താ പറയുക, ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് മുകളിലേക്ക് പോകേണ്ട സെക്ഷൻ അങ്ങോട്ട് പോയി. അപ്പോൾ എനിക്ക് ശരിക്കും കിച്ചണിലേക്ക് കിടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ കുടിച്ച ഒരു ഗ്ലാസ് കാപ്പിയുടെ അതും പിന്നെ കുട്ടികളുടെ കുറച്ച് വലിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. അവരുടെ കുപ്പിയിൽ വെള്ളം കുടിക്കലും അവർക്കൊപ്പം കാപ്പി കൊടുത്തപ്പോൾ അത് കുടിക്കലും ഒക്കെ ആയിട്ട് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കേണ്ടായിരുന്നത്. അങ്ങനെ ഇതേ സമയം 11:45. അപ്പോൾ അനിലയും ഹസ്ബൻഡും കുറച്ചും കൂടി അങ്ങോട്ട് മുന്നിലേക്ക് പോയിട്ട് എവിടെയെങ്കിലും ഒരു റൂം എടുത്തിട്ട് താമസിക്കാനായിരുന്നു കേട്ടോ താമസിക്കാനാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഞാൻ ആദ്യം വിചാരിച്ചു അയ്യോ ഇവിടെ സ്ഥലം ഉണ്ടല്ലോ, പിന്നെയാണ് ഓർത്തത് മറ്റേ മുകളിലത്തെ റൂം കംപ്ലീറ്റ് ലഗേജ് വെച്ച് നിറച്ചേക്കുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനൊന്നും
പറഞ്ഞില്ല, അല്ലെങ്കിൽ സുഖമായിട്ട് ഇവിടെ നിന്ന് കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായേനെ കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാത്ത ഭംഗിയായി. കാരണം നിങ്ങൾ കണ്ടില്ലേ കുട്ടികളുടെ ബഹളം. സാധാരണ തിക്കും തിരക്കും ബഹളം കുറുമ്പ് കാണിക്കുന്നവർ ഇന്ന് എന്താ പറയുക, എന്ത് ചെയ്യണമെന്ന് പിടുത്തല്ലാണ്ട് അവരെയും സ്നേഹം കൊണ്ട് മൂടുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ എപ്പോഴും പറയണ പോലെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ വന്ന് പോണ പോലെയാണ് ഇങ്ങനെയുള്ളവരൊക്കെ വന്ന് പോകുമ്പോൾ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ.